ആ ചെല്ല് ചെല്ല്, കാത്തിരിക്കുക. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. 2 വീടുണ്ട്. ഒന്ന് അമ്പലത്തിന്റെ അടുത്ത്, കൊള്ളാം, നല്ല സൗകര്യം. 2 ബെഡ്റൂം, 2 ബാത്ത് അറ്റാച്ച്ഡ്, നല്ല ഏരിയ. മുറ്റത്ത് ജീപ്പൊക്കെ കയറിയിട്ടാണ്, നല്ല സൗകര്യമുണ്ട്. വാടകയും കുറവ്. എന്നാ നോക്കാം. പിന്നെ ഒരു ബുദ്ധിമുട്ടുണ്ട്, പോലീസുകാർക്ക് കൊടുക്കൂല. പിന്നെ വേറൊരു വീടുണ്ട് ജനതാ റോട്ടിൽ, മറ്റേനേക്കാൾ ബെസ്റ്റ്. മുറികൾക്കൊക്കെ ഇതിനേക്കാൾ വലുപ്പം. മുറ്റത്ത് ഗാർഡൻ, സൈഡിൽ കാർ ഷെഡ്. പിന്നെ എന്താ, മെയിൻ റോഡിൽ നിന്ന് കുറച്ചുള്ളിലോട്ട് പോകണം. അത് സാരമില്ല, ജീപ്പ് ഉണ്ടല്ലോ. പക്ഷെ അതിനുണ്ട് ചെറിയൊരു പ്രശ്നം, പോലീസുകാർക്കും വക്കീൽമാർക്കും കൊടുക്കൂല. ഇത് പറയാനാണോ 2 ദിവസത്തെ ഡ്യൂട്ടിയും കളഞ്ഞിട്ട് താൻ നടന്നേ? അതുകൊണ്ട് പ്രശ്നമില്ല, വേറൊരു വീട് കണ്ടിട്ടുണ്ട്. വേണ്ട വേണ്ട, ഇനി താൻ അന്വേഷിക്കണ്ട, ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. അപ്സ്റ്റെയർ അല്ല. എന്റെ പേര് ഉണ്ണിയായർ, PC-യാ. ചേട്ടൻ എഴുതിയിരുന്നു. അവനെവിടെ ശേഖരൻകുട്ടി? കളക്ടറേറ്റിൽ ഒരു മീറ്റിംഗ് ഉണ്ട്, അങ്ങോട്ട് പോയതാ. ഓ, അപ്പൊ കളക്ടർമാർക്ക് അവൻ ആവശ്യമായി തുടങ്ങി. അമ്മാവനെയും കൂട്ടി വരുമെന്ന് പറഞ്ഞുകൊണ്ട് കാലത്തെ മുതൽ ഞാൻ താക്കോലായിട്ട് കാത്തു നിൽക്കുക. ആ, അങ്ങോട്ട് മാറ്റി നിർത്തിക്കോ. മതി 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 മതി. ആ, ഓരോന്നോരോന്നായിട്ട് സൂക്ഷിച്ച് ഇറക്കി വെക്ക്. കുഞ്ഞിനെ ഞാൻ പിടിക്കാം. വേണ്ട. സാറിന്റെ തനി ചായ തന്നെ. വലുതാവും അച്ഛനെ പോലെ തന്നെ വലിയ ഓഫീസർ ആവണം കേട്ടോ മോൻ. മോനല്ല, മോളാ. ഇനി ആയാലെന്താ, ഇപ്പൊ വലിയ വലിയ സ്ഥാനങ്ങളിലൊക്കെ സ്ത്രീകളല്ലേ. PC, ആ, ഇതാ താക്കോല്. തന്റെ പേരെന്താന്നാ പറഞ്ഞു? ഉണ്ണി നായർ. ഇതിനെന്താ വാടക? വാടകയല്ല പ്രശ്നം, സംഗതി കിട്ടണ്ടേ. ഇത് തന്നെ എത്ര ബുദ്ധിമുട്ടിയിട്ടാണെന്നറിയോ. ഇതിനുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ സ്റ്റേഷൻ വളരെ അടുത്ത്, നല്ല വെള്ളം, കാറ്റ്, വെളിച്ചം ഇഷ്ടം പോലെ. പക്ഷെ തന്റെ ഒരു കണ്ണ് ഇവിടെ ഉണ്ടായിരിക്കണം എപ്പോഴും. അത് പിന്നെ പറയാനുണ്ടോ, ഏത് സർക്കിളിന്റെ വീട്ടിലും വിശ്വസ്തനായ PC-ന്റെ ഒരു കണ്ണുണ്ടാവും. കാര്യം ഞാൻ അവന്റെ ഭാര്യയുടെ അമ്മാവനാണെങ്കിലും എന്നെ തൂറോളം പേടിയായിട്ട് ഞാനും കൂടി ഇവിടെ വന്ന് സ്ഥിരമായിട്ട് താമസിക്കണമെന്ന് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയല്ലേ. പക്ഷെ നമുക്കത് പറ്റുമോ? ഏയ്, അതുകൊണ്ട് താൻ പോയി ഇത്തിരി മുറുക്കാൻ മേടിച്ചിട്ടുണ്ട്. വാസന പോലെ മേടിക്കാൻ മറക്കരുത്. ആ, അതാ വന്നല്ലോ. എന്താ ശേഖരൻകുട്ടി ഇത്ര വൈകിയത്? ഇവരൊക്കെ എത്ര നേരമായി വന്ന് കാത്തു നിൽക്കണു? ഇവരൊക്കെ ആരാന്നറിയാമോ? ആരാ? ആ, പറഞ്ഞതുപോലെ സാറ് വരുന്നു പരിചയപ്പെട്ടില്ലോ. ഇത് അലക്സാണ്ടർ മാഷ്. കഴിഞ്ഞ ഇലക്ഷന് മത്സരിച്ചിരുന്നു, പക്ഷെ തോറ്റുപോയി. ഞാൻ ഫ്രൂട്ട് മെർച്ചൻസ് അസോസിയേഷന്റെ സെക്രട്ടറിയാണ്. എന്താ വേണ്ടേ? അല്ല, സാറിനെ സൗകര്യമായിട്ടൊന്ന് കാണാൻ. ഇതൊക്കെ മാഷ് കൊണ്ടുവന്നാ. നിന്നെ ആദ്യമായിട്ട് കാണാൻ വരികയല്ലേ, അപ്പൊ അവരുടെ ഒരു സന്തോഷം. ഇതൊക്കെ ഇവിടെ വച്ചിട്ട് പോക്കോളാം ഞാൻ പറഞ്ഞതാ. പക്ഷെ നീ വന്നിട്ടേ പോകുള്ളൂ നിർബന്ധം. സുലൈമാൻ സാറായിരിക്കുന്ന കാലത്ത് കാശ് കൊടുത്ത് വീട്ടിലേക്ക് പച്ചക്കറി വാങ്ങാറേ ഇല്ല. നിങ്ങളാരാ? ഞാൻ പെട്ടിക്കട ഓണേഴ്സ് അസോസിയേഷന്റെ ആളാ. പറയാനുള്ളത് എന്താന്ന് വെച്ചൊക്കെ പറഞ്ഞോളൂ കേട്ടോ. ഇവിടെ ഇപ്പൊ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. ഈ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് സ്ഥലം വിട്. എടുക്കാൻ മേലാൽ ഈ വക വേഷം കെട്ടുമായിട്ട് ഇവിടെ വന്നാലുണ്ടല്ലോ. ബാക്കി ഞാൻ പറഞ്ഞു കൊടുത്തോളാം. മാഷെ, ഈ കൂടെ എടുത്ത് വണ്ടിയിൽ വെച്ചേക്ക്. പോകുന്ന നോക്കി ഞാൻ ഇറക്കി തരാം. വെറുതെ വഴക്കുണ്ടാക്കുന്ന എന്തിനാ? നിനക്ക് അറിഞ്ഞൂടാ. വീട് തേടി വന്ന മഹാലക്ഷ്മിയെ അടിച്ചിറക്കിയത്. ഒരാൾക്ക് നന്നാവാൻ ദൈവം ഒരവസരത്തിൽ കൂടുതൽ തരില്ല. ആ കാര്യം മറക്കണ്ട. ബഡ്ജറ്റിൽ ഇപ്പോ സിഗരറ്റിനൊക്കെ വില കൂടിയല്ലേ ശേഖര? ആ, അറിഞ്ഞൂടാ. നിനക്കിപ്പോ ഡ്യൂട്ടി പകല് മാത്രമേ ഉള്ളൂ, അതോ ഷിഫ്റ്റ് ആണോ? പോലീസുകാർക്ക് അങ്ങനെ വല്ലതും ഉണ്ടോ എന്നാ? ഓ, ഞാൻ ചോദിച്ചോന്നേ ഉള്ളൂ. നാളെ വൈകുന്നേരം 5:30 വണ്ടിക്ക് അങ്ങോട്ട് പോയാലോ എന്ന് ആലോചിക്കുക. ആയിക്കോട്ടെ. അല്ലെങ്കിൽ വേണ്ട. അടുത്ത ഞായറാഴ്ച ഗോവിനാര് വരണുണ്ടല്ലോ ഒരു കല്യാണത്തിന്. അയാൾ പോകുമ്പോ അയാളുടെ കാറിൽ അങ്ങോട്ട് പോയാൽ വണ്ടിക്കൂലി ലാഭമായല്ലോ. ഇതെന്ത് സേട്ടാ മോനെ? വിൽസാ. വിൽസ്. ആ, ഓ, ഞാനങ്ങനെ സിഗരറ്റൊന്നും വലിക്കാറില്ല. പിന്നെ വല്ലപ്പോഴും ആരെങ്കിലും. കയ്യിരുന്നോട്ട്. നല്ല സ്നേഹമുള്ളവനാ. എന്റെ കമ്മീഷണറോട് നീ ഒരു MA കാരിയാണെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അയ്യോ, അതെന്തിനാ എന്നെ MA കാരിയാക്കിയത്? ചുമ്മാ. അയാൾ ഒരു ശുംഭനാണെന്നാ തോന്നുന്നത്. ചാർജ് എടുത്തപ്പോഴേക്കും തുടങ്ങിയോ? അല്ല, അയാൾ എന്നോട് പറയാ ഞാനിരുന്ന കസേരയെ വേറെ ഒരുപാട് പേരിരുന്ന് ഒടിഞ്ഞുകുത്തി വീണതാണെന്ന്.
ഏതായാലും ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഈ സിറ്റി ഒന്ന് ക്ലീൻ ആക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. സിറ്റി ക്ലീനാക്കലൊക്കെ കോർപ്പറേഷൻകാരായിക്കോളൂ. കിടന്നുറങ്ങാൻ നോക്ക്. ഇന്ന് വിടുവാവോ? പിന്നെ വിടാതെന്ത് ചെയ്യാൻ? അതിപ്പോ ഏത് പുതിയ സി ഐ വന്ന് ചാർജ് എടുത്താലും ഉണ്ടാവും ഇങ്ങനെ കുറെ വിരട്ടലുകളൊക്കെ. കൈ കിട്ടുവാനൊക്കെ പിടിച്ചോണ്ട് പോകും. എണ്ണം തയ്ക്കണ്ടേ? സുലൈമാൻ സാറ് ചാർജ് എടുത്തപ്പോഴും ഉണ്ടായതാ ഇതുപോലെയൊക്കെ. അയ്യോ എന്തൊരു കൊതുക്. എങ്ങനെയുണ്ടാ അതിന്റെ കഞ്ചാവ് ബിസിനസ്? ഓ അതിപ്പോ സായിപ്പന്മാരടുത്ത് ഒരടവും നടക്കൂല. നാട്ടുകാരാണെങ്കിൽ കാശും തരൂല. ആ ഒരു സൈഡിലേക്ക് മാറിയേക്ക്. മാറിക്കടാ. എന്നാൽ രാത്രി തപ്പിയെടുത്താണ് സാർ. ഇവൻ പോക്കറ്റ് അടിക്കാരനാ. ബസ് സ്റ്റാൻഡിൽ നിന്ന് പിടിച്ചാ. ഉം. ഇവന്റെ തൊഴിൽ കഞ്ചാവ് കച്ചവടമാണ് സാറേ. അയ്യോ സാറേ എനിക്കൊരു കച്ചവടവും ഇല്ല. ഇവിടെടാ. ഇവൻ ഒരു ഡാഫറാ. 2 ഹിന്ദിക്കാരെ പറ്റിക്കാൻ നേരത്തെ പിടിച്ചതാണ്. ഒന്ന് 100 നിൽക്കടാ. പേരെന്താ? മനോജ് എന്ത് ചെയ്യുന്നു? BA പഠിക്കുന്നു. ഇയാൾ എന്തിനാ അറസ്റ്റ് ചെയ്ത്? കഞ്ചാവ് അടിച്ച് ഹോട്ടലിൽ കയറി ബഹളം ഉണ്ടാക്കിയാണ് സാർ. അതെന്റെ കൂട്ടുകാർ പറ്റിച്ച സാറേ. എനിക്കത് ശീലമില്ലാത്ത. കേസ് ചാർജ് ചെയ്തിട്ടുണ്ടോ? ഉവ്വ് സാർ. ഇയാളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും. അത് വേണം സാർ. 2 ദിവസത്തിനുള്ളിൽ. പറയുന്ന കേട്ടാ മതി. യെസ് സാർ. ഹലോ, സ്പീക്കിംഗ്. തിയേറ്ററിനകത്തോ? ഹലോ, സി ഐ ഹിയർ. റവന്യൂ ഇന്റലിജൻസ് ഇന്നു. എന്താ സാർ? റവന്യൂ ഇന്റലിജൻസ് ഓഫീസർ മിസ്റ്റർ ശങ്കർ വിളിച്ചിരുന്നു. JK ജുവലേഴ്സ് റെയ്ഡ് ചെയ്യണം. 5 മിനിറ്റിനുള്ളിൽ പുറപ്പെടണം. ഇപ്പം ആരും പറയണ്ട സാർ. ഓക്കെ. I am Shankar. Come on. ഒച്ചയും ബഹളവും ഒന്നും വേണ്ട. ഞങ്ങളൊരു ചെറിയ റെയ്ഡിന് വന്നതാണ്. ക്ഷമിക്കണം, ഒരു ചെറിയ അസൗകര്യമുണ്ട്. കുറച്ച് നേരത്തേക്ക് ഇവിടെ കച്ചവടം ഉണ്ടായിരിക്കുന്നതല്ല. എല്ലാവരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കണം. ഇവർ പോയി കഴിഞ്ഞാൽ ഉടനെ ഷട്ടർ ഇട്ടേക്കാൻ പറയും. യെസ് സർ. ഒന്ന് പുറത്തിറങ്ങി വേഗം പ്ലീസ്. ആ ഷട്ടർ ഇട്. മിസ്റ്റർ തോമസ്, എവിടെയാണ് നിങ്ങളുടെ സ്റ്റോർ റൂം? അകത്താണ് സർ. വരും. റെയ്ഡ് കഴിയുന്നവരെ ഇവിടെ നിന്ന് ആരെങ്കിലും ഫോൺ ചെയ്യുകയോ പുറത്തുനിന്ന് വരുന്ന കോൾസ് അറ്റൻഡ് ചെയ്യുകയോ ചെയ്യരുത്. ഇറ്റ്സ് എ വാർണിംഗ്. കമാ. എവിടെ സ്റ്റോക്ക് രജിസ്റ്റർ? പ്ലീസ് വെരിഫൈ ദ സ്റ്റോക്ക്. സെയിൽസ്മാൻമാരോട് കൃത്യമായി തൂക്കി അളവ് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറയൂ. ആരാണെങ്കിലും റോങ് നമ്പർ ആണെന്ന് പറയൂ. ഹലോ, റോങ് നമ്പർ. എടുത്തോ. കണക്കിൽപ്പെടാത്ത സ്വർണ്ണമെല്ലാം ലിസ്റ്റ് എടുത്ത് സീൽ ചെയ്ത് എന്റെ കാറിൽ കൊണ്ടുവയ്ക്കണം. ശേഖർ, താങ്ക് യു വെരി മച്ച് ഫോർ യുവർ കോപ്പറേഷൻ. ഇയാളെ ഇങ്ങോട്ട് നേരെ എൻ്റെ ഓഫീസിലേക്ക് വരും. യെസ് സർ. സാധനം എടുത്തോളൂ. ഇയാളെ പുറകിലോട്ട് ഇരിക്കും. നിങ്ങൾ കയറി. ആ ജീപ്പ് സ്റ്റേഷനിലേക്ക് പോട്ടെ. കയറിയോ കയറിയോ. ഏതായാലും ഇവിടം വരെ എത്തിച്ചു. ഇനി ആ റവന്യൂ ഇൻസ്പെക്ടറുടെ സൈനോടെ കിട്ടിയാൽ മതിയായിരുന്നു. ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടല്ലോ. അതുണ്ട്.
അതുണ്ടല്ലോ. എത്തിയിട്ടില്ല, ഇപ്പൊ വരും. സാർ ഇരിക്കും. വാ. യെസ്, റവന്യൂ ഇന്റലിജൻസ് ഓഫീസർ മിസ്റ്റർ ശങ്കർ. ഞാനാണ്. എന്താ വേണ്ടത്? അല്ല, ഇവിടെ വേറെ ശങ്കർ. നോ, ആ പേരിൽ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോ സ്വർണ്ണക്കടയിൽ റെയ്ഡ് ചെയ്യാൻ വന്നത്? സ്വർണ്ണക്കടയോ? ആര് റെയ്ഡ് ചെയ്തു? വാട്ട് നോൺസെൻസ് ആർ യു ടോക്കിംഗ്? വല്ല സ്വപ്നം കണ്ടതാണോ അതോ കെട്ടിച്ചമച്ചുണ്ടാക്കിയ കഥയോ? പോകുന്നതിന് മുമ്പ് താൻ എന്തുകൊണ്ട് എന്നോടൊരു വാക്ക് ചോദിച്ചില്ല? ഞാനിങ്ങോട്ട് വിളിച്ചിരുന്നു, അപ്പൊ സാറും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനൊരു ചതി ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല സാർ. പട്ടാപ്പകൽ ഒരു പറ്റം പോലീസുകാരെ പമ്പര വിഡ്ഢികളാക്കി ഒരു വിദ്വാൻ സ്വർണ്ണക്കട കൊള്ള ചെയ്തു എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കുമെടോ? തിരുവനന്തപുരത്തിരിക്കുന്നവരോട് ഞാൻ എന്ത് സമാധാനം പറയും? താൻ അയാളെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല. അയാളെ കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ തന്റെ കയ്യിലുണ്ടോ? പിന്നെ ഏത് പൊത്തിച്ചെന്നാടോ അയാളെ കണ്ടുപിടിക്കുന്നത്? താൻ എന്ത് ചെയ്യുന്നു എനിക്കറിയണ്ട, സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതല്ലേ. അയാളെ കണ്ടുപിടിക്കേണ്ട പരിപൂർണ്ണ ഉത്തരവാദിത്വം തനിക്കാണ്. മനസ്സിലായോടോ ഇഡിയറ്റ്? യെസ്, സ്പീക്കിംഗ്. ബി ഓൺ ദ ലൈൻ. യു മേ ഗോ. ഹലോ. വെയിറ്റ്. ചാർജ് എടുത്തപ്പോ തന്നെ നഗരത്തെ കിടുകിട ഉറപ്പിച്ച സമർത്ഥനായ ഇൻസ്പെക്ടർക്ക് പറ്റിയ ആന മണ്ടത്തരം നാട്ടുകാരും പത്രക്കാരും അറിഞ്ഞോടും. നടന്ന നാണക്കേടേ ഈ 4 ജോലികൾ അറിഞ്ഞാൽ മതി. കൂടെ വന്ന എബിമാരോട് പറഞ്ഞേരെ, കാണുന്നവരോടൊന്നും വിളിച്ചു പറയണ്ടെന്ന്. ഇന്നലെ അങ്ങടെ ലൂസി പറഞ്ഞ തന്നെ പോലെയുള്ളവർക്ക് ആരംഭസൂര്യത്തെ ഉണ്ടാവുമെന്ന്. ഏതവനാടാ ഈ കടുവയെ പിടിച്ച് കിടുവ? സാറിന്ന് ഓഫീസിൽ പോയില്ലേ? പോയി, പക്ഷെ ജോലി പെട്ടെന്ന് തീർന്നുകൊണ്ട് വേഗം പോകുന്നു. സാറ് ശരിക്കും പറഞ്ഞ ഭാഗ്യവാൻ തന്നെ. അത് സത്യ. ഓരോരുത്തർ കാലത്ത് മുതൽ വൈകുന്നേരം വരെ ആഫീസിൽ കുത്തി പിടിച്ചിരുന്ന് ജോലി ചെയ്യുക. സാറ് വരുന്നതും പോകുന്നതും ആരും അറിയുന്നില്ല. പഠിപ്പിന്റെ ഒരു ഗുണം തന്നെയല്ലേ? എന്റെ ജോലിക്ക് പഠിപ്പ് മാത്രം പോരാ ജാനകിയമ്മേ, ലേശം സാമർത്ഥ്യം വേണം, പിന്നെ നല്ല ധൈര്യം. എന്റെ മോ രാമകൃഷ്ണൻ നല്ല സാമർത്ഥ്യമുള്ളവനാ. ധൈര്യത്തിന്റെ കാര്യം പിന്നെ പറയാൻ വേണ്ട. ശവപ്പറമ്പിൽ പോയി കിടക്കാൻ പറഞ്ഞ അവൻ കിടന്നോളൂ. സാറിന്റെ കമ്പനിയിൽ ഒരു ജോലി വാങ്ങിക്കൊടുക്കുവോ? അതാണ് ബുദ്ധിമുട്ട്. എന്റെ കമ്പനി പുറത്തുനിന്ന് ആളെടുക്കൂല. അപ്പൊ സാറിന്റെ കമ്പനി സർക്കാരിന്റെ ആണോ അതോ സ്വന്താണോ? ചിലപ്പോ സർക്കാരിന്റെ, ചിലപ്പോ സ്വന്തം. നന്ന ചെലവിന് പിടി. ചിലപ്പോഴേ ഞാൻ വൈകുന്നേരം വരും. ഓ, ചിലപ്പോ സർക്കാരിന്റെ, ചിലപ്പോ സ്വന്തം. എന്തുട്ട് കമ്പനി അത്? എന്റെ കർത്താവേ. ഹലോ, അതെ. ആരായാലും എനിക്ക് തരണ്ട. നേരിട്ട് സംസാരിക്കണമെന്ന്. രഹസ്യം അത്ര. ഹലോ, ഞാനാണ് ശങ്കർ എന്ന പേരിൽ രാവിലെ റെയ്ഡിന് വന്നില്ലേ, റവന്യൂ ഇന്റലിജൻസ് ഓഫീസർ. എടാ ദ്രോഹി, നീ എത്ര ലക്ഷം രൂപയുടെ മുതലാടാ കൊണ്ടുപോയത്? നിന്നെ ഞാൻ പറയുന്നത് കേക്ക്. വെറുതെ ബഹളം വെച്ച് ബീപ്പ് കൂട്ടിയിട്ട് എന്താ കാര്യം? പോയ സ്വർണം പോയിക്കോട്ടെ എന്ന് കരുതി മിണ്ടാതിരിക്കുന്ന തോമസിന് നല്ലത്. അത് പള്ളി പറഞ്ഞാൽ മതിയടാ. നിന്നെ കണ്ടുപിടിച്ച് ജയിലിനകത്താക്കിയില്ലെങ്കിൽ എന്റെ പേര് തോമസ് എന്നല്ല. പേര് മാറ്റാൻ ഇപ്പൊ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഗസറ്റി പരസ്യം ചെയ്താൽ മതി. അല്ലെങ്കിൽ തന്നെ ഈ തോമസ് എന്നുള്ള ഒരു പഴഞ്ചൻ പേരാ. പിന്നെ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്ത് ഇത്രയും ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ല. അധ്വാനിച്ച് സമ്പാദിച്ചൊന്നുമല്ലല്ലോ. 3 വർഷം മുമ്പ് ഒരു സ്വർണ്ണക്കടയിൽ സാധാരണ സെയിൽസ്മാൻ ആയിരുന്ന നിങ്ങൾ ഇന്ന് കോടീശ്വരനായത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. ആളുകളെ പറ്റിച്ചും സർക്കാരിനെ വഞ്ചിച്ചും ഉണ്ടാക്കിയതിന്റെ ഒരു അംശം വേറൊരു കള്ളം തട്ടിയെടുത്തു എന്ന് വിചാരിച്ചാൽ മതി. പരാതിയും കേസും ഒക്കെ ആയിട്ട് നീങ്ങാനാണ് ഭാവമെങ്കിൽ നിങ്ങൾ കുഴിച്ച കുഴി നിങ്ങൾ തന്നെ വീഴും.
കള്ളക്കടത്ത് സ്വർണം വാങ്ങി സൂക്ഷിച്ചതിന് കൈകളിൽ വിലങ്ങ്, ഇൻകം ടാക്സുകാരെ പറ്റിച്ചതിന് ശിക്ഷ വേറെ, ഫയലുകളും യഥാർത്ഥ കണക്കെഴുതിയ ബുക്കുകളും ഒക്കെ ഞാനിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അത് ഉദ്യോഗസ്ഥന്മാർക്ക് അയച്ചു കൊടുക്കണോ അതോ? നിങ്ങൾ ആരാണ്? ഞാനോ? തന്നെ പോലെയുള്ള പെരിങ്കള്ളന്മാരെ പറ്റിക്കുന്ന ഒരു ചിന്നക്കള്ളൻ. എന്റെ പൊന്നു സാറേ, പോയത് പോയി. ഇനി ഇതിന്റെ പിന്നാലെയുള്ള കേസും കൂട്ടും ഒന്നും വേണ്ട. എനിക്കൊരു പരാതിയുമില്ല. എന്താ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ? ഒരു കാരണവുമില്ല സാർ. ഞാനൊരു സൂക്കേടുകാരനാണ്. എനിക്കിതൊന്നും താങ്ങാനുള്ള ശക്തിയില്ല. പോയതെനിക്കല്ലേ, പോട്ടെ. പണ്ടൊരിക്കൽ സുലൈമാൻ സാറുള്ള കാലത്താന്ന് തോന്നുന്നു ഇതുപോലൊരു വിദ്വാൻ ഏതോ രാഷ്ട്രീയ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് മൊത്തം അടിച്ചുകൊണ്ട് പോയതായി കേട്ടിട്ടുണ്ട്. എന്നിട്ട് പക്ഷെ അന്നത് കേസായില്ല. അതുകൊണ്ട് അന്വേഷണം ഉണ്ടായില്ല. അയാളെ പറ്റിയുള്ള വല്ല വിവരവും നമ്മുടെ റെക്കോർഡ്സിലുണ്ടോ? ഇല്ല സാർ. അതുപോലെ കസ്റ്റംസുകാരുടെ വേഷം ധരിച്ച് ഒരുത്തൻ കള്ളക്കടത്തുകാരെ പറ്റിച്ചതായും കേട്ടിട്ടുണ്ട്. പരാതിക്കാരില്ലാത്തതുകൊണ്ട് അതും കേസായില്ല. പരാതി ഇല്ലെങ്കിൽ ഇവിടെ അന്വേഷണം വേണ്ടല്ലോ. പോലീസുകാരെ പരിഹസിക്കുന്ന കാണാൻ ഇവിടെ എല്ലാവർക്കും താല്പര്യം. എന്തു വന്നാലും നമുക്ക് അയാളെ പിടിച്ചേ പറ്റൂ.